സാജനും ഞങ്ങളും വലിയൊരു പ്രശ്നത്തിലാണ്. ചിലവാക്കിയ കാശ് കഴിഞ്ഞ് ബാക്കിയുള്ളത് കിട്ടിയാൽ നമ്മളെല്ലാവരും രക്ഷപ്പെടും. നിങ്ങളുടെയൊക്കെ ഉയർച്ച കണ്ടപ്പോൾ ഞാനും പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള വഴി എടിപ്പോയി. ഇപ്പം കൈ കാശൊന്നുമില്ല. ഇനി മുടക്കിയ പണം തിരിച്ചു വരണം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കക്കണം. ജാനകിയുടെ പണം എങ്ങനെയാടാ കൊടുക്കുക? പെട്ടെന്നത് കൊടുക്കണം. അതിനിപ്പോ എന്താ ഒരു വഴി? എല്ലാ വഴിയും അടയുന്നത് വരെ നീ അത് മറച്ചു വെച്ചില്ലേ? അന്ന് ഈ രൂപ പോയ കാര്യം പറഞ്ഞിരുന്നേ പെട്ടെന്ന് അന്വേഷിക്കായിരുന്നു. അത് ഇവനെങ്ങനെ പറയാനാ? സ്വന്തം വീട്ടിൽ ആരെങ്കിലും കള്ളനാക്കിക്കൊണ്ട് വേണ്ട അത് പറയാൻ. വേറൊരു കുരിശിപ്പ് എന്റെ മണ്ടയിൽ വന്ന് വീഴും. ആ പൈസ അമ്മാവൻ അടിച്ചു മാറ്റി എന്നായിരുന്നു എന്റെ വിശ്വാസം. നിവൃത്തിയില്ലാതെ അമ്മാവൻ്റെ കുറച്ചെങ്കിലും കാശ് കിട്ടാൻ വേണ്ടി ഞാൻ നളിനിയെ കല്യാണം കഴിച്ചോളാം എന്ന് അവിടെ ചെന്ന് പറഞ്ഞു. അപ്പൊ ജാനകിയോ? അവളുടെ പൈസ നീ തൊലച്ചു, ഇനി ജീവിതം കൂടി തൊലയ്ക്കോ? എന്റെ അവസ്ഥ നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. ജാനകിയുടെ കാശ് എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ എന്റെ സമനില തെറ്റും. ആഹാരത്തിന് പോലെ ആ കുടുംബം കഷ്ടപ്പെടുമ്പോ അവരുടെ കാശ് കൊണ്ട് നമ്മള്, അതാ കാര്യം. അതാണ് എന്റെ പ്രശ്നം. അല്ലാതെ അവളെ മറന്നിട്ടൊന്നുമില്ല. നീ ഇനി എത്ര ചീത്ത പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ടാക്സി ഓടിച്ച് കിട്ടണേന്ന് നീ എനിക്ക് എത്ര പ്രാവശ്യം ചോറ് വാങ്ങി തന്നിട്ടുള്ളത്. വിശപ്പ് മാറ്റി തരുന്നവരെ ആരും ഒരിക്കലും മറക്കില്ലടാ. എൻ്റെ അച്ഛനും അമ്മയൊക്കെ നീയാ. എനിക്കിപ്പോൾ അല്പ സമാധാനം തോന്നുന്നുണ്ട്. എടാ, നമ്മൾ ഇനി പിരിയരുത്. ത്രിമൂർത്തി അസോസിയേറ്റ്സ് ഒരിക്കലും ഇല്ലാതാവരുത്. ദീപം ദീപം ദീപം. കഴിഞ്ഞ പല ദിവസങ്ങളായി അറിഞ്ഞോ അറിയാതെയും ഞാൻ അവരുടെ പിന്നാലെയുണ്ട്. മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് പ്രവർത്തിക്കണം. ഇതാണ് ശരിയായ സമയം. ആ പണം തിരികെ കിട്ടാൻ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്നലെ വിളിച്ചപ്പോഴും ചിന്നുവിന്റെ അച്ഛൻ ചോദിച്ചു, വയ്യാണ്ടിരിക്കുന്ന അച്ഛനെ എങ്ങും പറഞ്ഞു വിടണ്ടെന്നാ ചേട്ടൻ പറഞ്ഞേ. അച്ഛൻ ഇനി എങ്ങും പോകണ്ട. പോലീസിലും പരാതി കൊടുത്തിരിക്കല്ലേ, അവര് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചു. നിന്റെ അച്ഛനെ എല്ലാം കണ്ടുപിടിച്ചു. ഈ അച്ഛന് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് മോളെ. സത്യത്തിലൊരു കയ്യബദ്ധം നിനക്കും പറ്റിയില്ലേ? അതാണ് എൻ്റെ വിഷമം. ഈ കുട്ടമ്പിള്ള സാറ് അവന്മാരോട് പറഞ്ഞു അങ്ങനെ ആയിപ്പോയി. ഞാൻ വച്ചകാലം ഒരിക്കലും പിന്നോട്ടെടുത്തിട്ടില്ല. ഞാനത് തെളിയിക്കും. എല്ലാം തിരിച്ചു പിടിക്കും. അവൻ വന്നിരുന്ന് കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു എന്നറിഞ്ഞപ്പോ എന്റെ മനസ്സ് നൊന്തു. അല്ലെങ്കിൽ തന്നെ ഞാൻ ഐസ് പോലെ അലിയുന്ന ആളാ അല്ലേ? കൊച്ചാട്ടൻ പറയും പോലെ അവൻ കാല് പിടിച്ചു കരഞ്ഞു എന്ന് പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. അല്ലല്ല, എന്റെ നാത്തൂനെ ഞാൻ അതിശയിച്ചു പോയി. നളിനി പറയുന്നതേ ഇപ്പൊ എപ്പോഴും ഫോൺ വിളിയാന്ന. അതും ഞാൻ വിശ്വസിക്കില്ല. എന്നാ ഇപ്പൊ പറയുന്നു വിശ്വസിക്കോ? നോക്ക്, ഇതിൽ 50 ലക്ഷം രൂപയുണ്ട്. അവൻ കുറച്ചുകൂടി കൂടുതൽ ചോദിച്ചു തോന്നുന്നു. കൊടുക്കാം, ബാക്കിയും കൊടുക്കാം. കൊച്ചാട്ടൻ ഇത് ഇങ്ങനെയൊക്കെ പറയണത്? സാജന്റെ കല്യാണ കാര്യത്തില് ഒരു പൈസ പോലും ഇവിടെ ആരും മേടിക്കില്ല. കുഞ്ഞുനാളിൽ നിന്റെ തലക്കിട്ട് തരണ പോലെ ഒരു തട്ടങ്ങിട്ട് തരും ഞാൻ. ഇനി അമ്മാവനും അനന്തരവനും തമ്മില് എന്ത് വേണേലും ആയിക്കോ. മോനെ, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഈ അമ്മാവൻട്ടാ, നീ സങ്കടപ്പെടണ്ടാ. നിനക്ക് വേണ്ടി 50 ലക്ഷം അമ്മാവൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ കൊണ്ടുപോടാ, നിന്റെ പ്രശ്നങ്ങൾ തീർക്കടാ. ഒരു മിനിറ്റ്, അതങ്ങ് വാങ്ങിക്കടാ. ബാക്കി ഇവിടെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പൊ അവളെ ആര് കിട്ടും? നീ കിട്ടും? ഇവള് സമ്മതിക്കുവാണെങ്കിൽ അവളെ കൂടി ഞാൻ കെട്ടാം. ഏതായാലും ജീവിതം കട്ടപ്പുറത്താ. എന്നാ പിന്നെ ബഹുഭാരനായിട്ട് അങ്ങ് പോവാലോ. മതിയടാ, ഈ കല്യാണ പ്രശ്നം സോൾവ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമാവും. ഞാനിപ്പോ വരാം. അമ്മാവനൊന്നും വന്നേ. എന്താ ഞാൻ പറഞ്ഞത് തന്നെയാ എന്റെ മോനും പറയാൻ പോകുന്നത്. ഞങ്ങളെ നാത്തൂന്റെ തരം ആൾക്കാരല്ല, കുടുംബക്കാരാ. 25 കൊല്ലം കൊണ്ട് ആങ്ങളെ എനിക്കറിയാം. കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ. നിനക്ക് എത്ര തന്തണ്ടാ നായെ? മാന്യന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി അവമാനിക്കാടാ തെണ്ടി. അവന് ഭ്രാന്ത. എവിടെയെങ്കിലും കൊണ്ട് ഈ ചങ്ങലക്കിട്. എന്റെ വീട്ടിൽ വന്ന് ഭാര്യയോടും മോളോടും കാലു പിടിച്ച് കെഞ്ചി പറഞ്ഞത് ഏതോ തെറ്റിദ്ധാരണയുടെ പുറത്താണത്രേ. അവൻ എന്റെ പണവും വേണ്ട, കല്യാണവും വേണ്ട അത്രേ. വേണ്ട വേണ്ട, ഇറങ്ങടി. നമുക്ക് ഈ ചെറ്റകളായിട്ടുള്ള ഒരു ബന്ധവും വേണ്ട.
വാടി. ഇനി വീട്ടിൽ ഞാൻ കാലുകുത്തില്ല. ആ പെട്ടി താഴെ വെക്കണോ? എന്റെ മകന് സ്ത്രീധനം കൊടുക്കണമെന്ന പടമല്ലോ അത്. താഴെ വെക്കണോ? വിശാലം, പെട്ടി എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കേ. ആ പണം നമുക്ക് വേണോ? വേണം, ഞാനാ തീരുമാനിക്കുന്നത്. അത് നീ തന്നെ എടുക്കാൻ വേണം. മാറ നാത്തൂനെ. എടി പൊട്ടി വിശാലാക്ഷി, ഇത് നിന്റെ പണമാ, നിനക്ക് അവകാശപ്പെട്ട പണം. എല്ലാരും കേട്ടോളൂ, ഈ കൊച്ചു പൊന്ന ഗോവിന്ദന്റെ ഞാനൊന്നും പറയുന്നില്ല. വിശാലത്തിന്റെ അമ്മയുടെ വക കേസ് കിടന്നൊരു പറമ്പുണ്ട്. ഓ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ട് കളിച്ച കേസിന്റെ റൂട്ട് മാറ്റി അതിനെ സ്വന്തം പേരിലാക്കി കിട്ടിയ കാശ് മുഴുവൻ വിഴുങ്ങി. പണ്ട് കൃഷ്ണൻ അവല് വിഴുങ്ങിയ പോലെ. ഇതിനകത്ത് 25 ആണെങ്കിൽ ബാക്കി 75, ഇതിനകത്ത് 50 ആണെങ്കിൽ ബാക്കി 50. ഞാൻ ആളെ അയക്കും, കൊടുത്തയച്ചോണം. മക്കളെ, എന്റെ പുറകെ പോലീസ് ഉണ്ടോ? അച്ഛൻ പോവാ. അന്നത്തെ ആ കാറിന്റെ അതേ മോഡലല്ലേ? അതും 72 മോഡലായിരുന്നു. ആ മോഡലൊക്കെ അത് തന്നെ, പക്ഷെ കളർ വേറെ അല്ലേ? കളർ മാറ്റാൻ എവറസ്റ്റ് കീഴടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പെയിന്റും ബ്രഷും ഉണ്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് മാറ്റാം. അത് കറക്റ്റ്. ഇവിടെ തനിക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് വരാതിരുന്നൂടെ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. സാറേ, നമുക്ക് ഈ ജോക്കർ വണ്ടി മുഴുവനായിട്ടൊന്ന് പരിശോധിച്ചാലോ? ഇവിടെ കുറെ നാളായിട്ട് പൂട്ടി കിടക്കുന്ന വണ്ടിയാ. ഇനി പരിശോധിച്ച് അടങ്ങുമെന്നുണ്ടെങ്കിൽ സാറ് പോയി പരിശോധിച്ചോ, ഞാനിവിടെ നിന്നോളാം. മണ്ടത്തരല്ലേ? പിന്നല്ലാതെ. അയ്യോ സാറേ, പ്രേതം ഓടിക്കോ! ഇനിയിപ്പോ എന്ത് ചെയ്യും? പറഞ്ഞത് കേട്ടില്ലേ? ഓടിക്കോളാൻ. എന്നാ വിട്ടോ. ഓടിച്ചിട്ട് പിടിക്കണോ അവരെ? BP, ഷുഗർ, കൊളസ്ട്രോൾ, ഇത് 3ന്റെ അവകാശിയാണ്. എനിക്ക് പൈൽസും. എന്നാ സാർ ഒട്ടും ഓടണ്ട, എനിക്കത് താങ്ങാൻ വയ്യ, അതുകൊണ്ടാ. നീ വന്നേ. എന്തോ പറയാനാ സാറെന്തിനാ അന്നെ പുറത്തിട്ട് അടിക്കുന്നത്? അടിക്കണോ? വേണ്ട, അത് പാടില്ല. താൻ പറഞ്ഞു ഒന്ന് അനുസരിച്ചിരുന്നെങ്കിൽ എന്റെ പ്രൊമോഷൻ പോയി. ഇല്ല സാറേ, സാറിന് പ്രൊമോഷൻ പോകത്തില്ല. സാറിന് പ്രൊമോഷൻ കിട്ടും. ആണോ? ഡീ പ്രൊമോഷൻ. കുറച്ചുകൂടെ ആഞ്ഞു ശ്രമിച്ചാൽ ഡിസ്മിസൽ. ആ 50 25 ചേർത്താൻ കൊടുക്കാലോ. 25 കൊടുക്കാൻ പറ്റൂ, 50 എടുക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒരാളൊരു തീരുമാനം എടുക്ക്. ഒരു 50 വെച്ചോണ്ട് വെറുതെ. ഞാൻ എന്തായാലും എന്റെ ഡാഡിയോട് പറഞ്ഞ് എന്റെ ഷെയർ വാങ്ങി കുറച്ചെങ്കിലും ജാനയ്ക്ക് കൊടുക്കാൻ പോവാ. അപ്പൊ നിന്നെ കിട്ടുന്നൊരു ഡൗറി കൊടുക്കണ്ടേ? എന്നെ കെട്ടാൻ നിനക്ക് ഡൗറി വേണോ? വേണോടാ? അല്ല, എങ്കിൽ കേട്ട് ഇപ്പൊ ഇവിടെ വെച്ച് നിൽക്കും. ആ, ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ നിന്റെ കെട്ട് മാത്രല്ല എല്ലാ കെട്ടും നിൽക്കും. നമ്മളുമായിട്ട് ഡീലുള്ള എല്ലാരെയും ഞാൻ വിളിച്ചു. ആ ജോസ് പറഞ്ഞത് 3 മാസത്തെ സമയ, 25 വരെ ഞാൻ ചോദിച്ചു. ഒരു എളുപ്പ വഴിയുണ്ട്. ത്രിമൂർത്തികൾക്ക് പോയി മത്സരിച്ച് അഴിയണം. ജയിലിൽ ഈ ടീം ഒന്നായിരിക്കണം. അക്കാര്യം ഡാഡി ഇത് തുടങ്ങുമ്പോഴേ പറഞ്ഞതാ. 3 prisoners. ജാനകി, ഹായ്. നിങ്ങൾ ഈ രഹസ്യമായിട്ട് ആലോചിക്കുന്ന കാര്യം എന്താന്ന് എനിക്കറിയാം. അല്ല, ആരെയും ബുദ്ധിമുട്ടിക്കുന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പിന്നെ പണത്തിന്റെ കണക്ക് പറയുന്നത് അല്പം പതുക്കെ ആയേക്കൊള്ളാം. നിങ്ങളുടെ തർക്കം കേൾക്കാൻ വെളിയിൽ ക്യൂ നിൽക്ക. അല്ലെങ്കിൽ തന്നെ കാശ് മുഴുവൻ എവിടെ നിന്ന് അടിച്ചു മാറ്റിയതാന്നാ പറയുന്നത്. നാട്ടുകാര് പറയുന്നത് കേട്ടോ. എനിക്കിനി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഞാൻ സത്യം. അതാ ഞാനും പറയുന്നേ. നിന്റെ വീട്ടിൽ ചെന്ന് രൂപ എടുത്ത് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പറയാം. ആ പൈസ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് നിന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട തന്നെ അല്ലേ? ശരി, നിങ്ങൾ നിൽക്ക്, ഞാൻ പോയി എടുത്തോണ്ട് വരാം. അമ്മേ, അമ്മേ, അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? അച്ഛനെ പോലീസ് പിടിച്ചോ? എങ്കിൽ വേണ്ടിയില്ലായിരുന്നല്ലോ. അങ്ങനെയെങ്കിലും ഒരു സമാധാനം ഉണ്ടായേനെ. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സവിതേച്ചിയും ഭർത്താവും വന്നിരുന്നു. നിങ്ങളുടെ ഉയർച്ച കണ്ടപ്പോ ഞാനും പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള വഴി കഴിക്കും. ഇപ്പൊ കൈ കാശൊന്നുമില്ല. ഇനി മുടക്കിയ പണം തിരിച്ചു വരണം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കാക്കണം. അപ്പൊ പോയി, ആകാശം പോയി. അവര് വന്നപ്പോ അമ്മയ്ക്കൊന്ന് ഫോൺ ചെയ്തുകൂടായിരുന്നോ? നമ്മൾ ഇനി എന്ത് ചെയ്യും? പൈസ പോയത് നേരാ, പക്ഷെ അത് കൊണ്ടുപോയത് സവിതയൊന്നും അല്ല.
1 മണിക്കൂർ മുമ്പ് വന്നിരുന്നെങ്കിൽ നല്ലൊരു കളരിപ്പയറ്റ് ഇവിടെ കാണാമായിരുന്നു. കാലെന്ന് വിടടാ. കാലെന്ന് വിടടാ. നിന്നെ വിടടാ കാല്. എടാ, ഒരു പെട്ടി. ഓലെ. ഓയ്യോ. എന്നോടാ കളി. വിടുക. 25 വർഷം രാവും പകലും ഇല്ലാതെ ഉറപ്പൊഴിച്ച് കടം വാങ്ങിയും പലിശ കൊടുത്തും കേസ് നടത്തുണ്ടാക്കിയ പണം ഇതങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ലടാ. 25 വർഷം നിന്റെ പെങ്ങളെ സഹിച്ചത് എനിക്ക് കിട്ടേണ്ട പണം ഇത്. ഇതല്ല മുഴുവൻ കിട്ടണം. അയ്യോ. കേറി.